മരുന്ന് കഞ്ഞി ഇല്ലാതെ എന്ത് കർക്കിടകം. എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എല്ലാ സീസണിലും കഴിക്കാം, കർക്കിടകത്തിലും കഴിക്കാം. 2 പേർക്കുള്ള കഞ്ഞിക്ക് 1/2 കപ്പ് ചെറുപയർ, 1/2 കപ്പ് നവരയരി അല്ലെങ്കിൽ തവിട് കളയാത്ത ഉണങ്ങല്ലരി, 2 ടീസ്പൂൺ ഉലുവ, ഇത്രയാണ് വേണ്ടത്. ഉലുവയും ചെറുപയറും തലേന്ന് തന്നെ വെള്ളത്തിലിട്ട് വെച്ചാൽ കുതിർന്ന് കിട്ടും, പെട്ടെന്ന് വേവും. പാത്രം അടുപ്പത്ത് വെക്കുക, വെള്ളമൊഴിക്കുക, ചൂടാക്കുക. നന്നായി കഴുകിയെടുത്ത ചെറുപയറും ഉലുവയും അതുപോലെ ഉണങ്ങല്ലരി അല്ലെങ്കിൽ നവരയരി അതിലേക്ക് ഇട്ട് കൊടുക്കുക, വേവിച്ചെടുക്കുക. സാധാരണ കഞ്ഞി വയ്ക്കുന്ന പോലെ തന്നെ വേവിച്ചെടുക്കുക. നന്നായി വെന്ത് കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് അഷ്ടചൂർണം ചേർത്ത് കൊടുക്കണം. അഷ്ടചൂർണം നമുക്ക് വലിയ ബോട്ടിലും വാങ്ങിക്കാൻ കിട്ടും, ചെറിയ സാഷയായിട്ടും വാങ്ങിക്കാൻ കിട്ടും. ആവറേജ് ഒരാൾക്ക് 3 ഗ്രാമാണ് ആവശ്യമുള്ളൂ. 1 ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ 3 ഗ്രാം ഉണ്ടാവും. 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കുക. പിന്നെ വേവിക്കണമെന്നില്ല, ജസ്റ്റ് ഇളക്കി കൊടുത്താൽ തന്നെ മതി. പിന്നെ നമ്മളൊരു അരമുറി തേങ്ങയുടെ പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. അത് തിളപ്പിക്കേണ്ട, ജസ്റ്റ് വാങ്ങി വെക്കുക. സ്റ്റവ് ആണെങ്കിൽ ഓഫ് ചെയ്യുക, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ മരുന്ന് കഞ്ഞി അഥവാ കർക്കിടക കഞ്ഞി തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് കർക്കിടക കഞ്ഞി ഉണ്ടാക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തൊക്കെ വെറൈറ്റി ഉണ്ടെന്ന് നോക്കാമല്ലോ. ഇനി ഈ ചൂട് കഞ്ഞിയിലേക്ക് നമ്മൾ ശുദ്ധമായ പശു നെയ്യ് ചേർക്കാൻ പോവാണ്. 1 ടീസ്പൂൺ ചേർത്താൽ മതി. പക്ഷേ ഓപ്ഷണൽ അല്ല, ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിൻ്റെ കാരണം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. നെയ്യ് ചേർക്കുക, ഇളക്കുക, കഴിക്കുക, അത്രേ ഉള്ളൂ. ഈ വാഴയിലും പ്ലാവിലെയൊക്കെ ഓപ്ഷണലാണ്. ഒരു ടേസ്റ്റിനും വൈബിനും ഒക്കെ നല്ലതല്ലേ.